പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LDC പരീക്ഷയിലെ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് PSC ചോദിച്ചത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് PSC ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്, അതിൻ്റെ സോഴ്സൊക്കെ കണ്ടെത്താം. അപ്പോൾ ഇനി വരുന്ന LDC മറ്റുള്ള ജില്ലകളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ചോദിച്ചേക്കുന്ന ഉറവിടങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ആ ഒരു ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ LDC പരീക്ഷ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ LDCയുടെ മാരത്തോൺ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ഒരുപാട് പോർഷനിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലക്രമം ഏത് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് വൈക്കം സത്യാഗ്രഹം, ചാനാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഈ ഒരു ചോദ്യം PSC കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇപ്പം കാണിച്ചു തരാം അത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഈ തവണത്തെ നടന്ന LDC തിരുവനന്തപുരം ജില്ലയുടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു വ്യത്യാസം LDCയിൽ ഇന്നലെ നടന്ന ഈ ഒരു LDC പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തിൻ്റെ ഉണ്ടായിരുന്നു. എന്താണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യം വരുമ്പോൾ ഒരു ഫാക്ട്, അത് ഒറ്റ കാര്യത്തിൽ നിന്നായിരിക്കും 4 സ്റ്റേറ്റ്മെൻറ്റും ചോദിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതൊരു നദിയെക്കുറിച്ചിട്ടാണ് ചോദിച്ചെങ്കിൽ ആ 4 ഓപ്ഷനിലും, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡും ഫോർത്തും ഒരു നദിയെക്കുറിച്ചോ അല്ലെങ്കിൽ നദികളുമായി ബന്ധപ്പെട്ടതായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഓരോ സ്റ്റേറ്റ്മെൻറ്റും പല ചാപ്റ്ററിൽ നിന്നും പല ടോപ്പിക്കിൽ നിന്നുമാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുവരെയും PSCയിൽ അങ്ങനെ കണ്ടിട്ടില്ല, വളരെ ചുരുക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ തവണത്തെ LDCയിൽ അത് വളരെ അധികം കടന്നു വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതുപോലെ 1 മുതൽ 4 വരെ, 3 മുതൽ 5 വരെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഓപ്ഷനിലുണ്ടായിരുന്നു. അതും ഇതുവരെ എവിടെയും കാണാത്ത രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ ഓരോ ചോദ്യകർത്താക്കന്മാർ പരീക്ഷ നടത്തുമ്പോൾ അവരുടെ ആ ഒരു യുക്തിക്ക് അനുസരിച്ച് ഇടുന്നതായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ കൊടുത്തിരിക്കുന്നവ ശരിയായ കാലക്രമം കണ്ടെത്തുക എന്നതാണ്. അതിൽ മലബാർ കലാപവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് പരാമർശിക്കപ്പെടുന്നത്. ഏത് ചാപ്റ്ററാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ 2 ചോദ്യങ്ങളും PSC കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. മലബാർ കലാപം നമുക്ക് എന്നാണ് നടന്നത് എല്ലാവർക്കും അറിയാം. 1921 ഇവിടെ കൊടുത്തിരിക്കുന്നു. 1921 മലബാർ കലാപം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവും കൊടുത്തേക്കുന്നു. 1924 വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോയിന്റുകളും PSC കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ PSC പരീക്ഷകൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ ഈ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി പോകാം. ഗാന്ധിജിയുടെ ആഗമനം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ എന്നാണ് ഗാന്ധിജി ഇന്ത്യയിൽ എത്തിച്ചേർന്നത്? 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്ത്. അപ്പോൾ എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് 1915 ഗാന്ധിജി എത്തിച്ചേർന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാഷ്ട്രത്തിലുടനീളം യാത്ര ചെയ്ത് ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ജനങ്ങളെ മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സമ്പാദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം പുതിയൊരു സമര രീതി രൂപപ്പെടുത്തി. ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ എവിടെ സെക്കൻഡ് പോയിന്റ് കണ്ടു നോക്കിക്കേ, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചതെന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലേ? എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത്. ഗാന്ധി ദേശീയ പ്രസ്ഥാന നേതൃത്വം ഏറ്റെടുത്തോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. ഇനി ആദ്യകാല സമരങ്ങൾ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി ഇന്ത്യയിലെ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചാമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാണ് ചാമ്പാരൻ സത്യാഗ്രഹം നടന്നത്? 1917. എന്നാണ്? 1917 ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിട്ടുള്ള ചാമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ബീഹാറിലെ ചാമ്പാരിലെ നീലം കർഷകരുടെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. അപ്പോൾ എവിടെയാണ് ഈ ചാമ്പാരൻ സത്യാഗ്രഹം നടന്ന സ്ഥലം? ബീഹാറാണ്. എവിടെയാണ്? ബീഹാറാണ്. ഇതൊരു തവണ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ.
ഇതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസം തീരുമാനം കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. 1918 ഗാന്ധിജി അഹമ്മദാബാദ് തുണിമിൽ സമരവും പങ്കാളിയായി. അപ്പോൾ എന്താണ് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത്. അപ്പോൾ 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണ്. 18 അഹമ്മദാബാദ് തുണിമിൽ സമരം വേതന വർധനവിന് വേണ്ടിയുള്ള സമരമായിരുന്നു 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത്. അതേ വർഷം ഗുജറാത്തിലെ ഗേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിലെ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതി ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഗേഡ കർഷക സമരം നടന്നത് ഏത് വർഷം തന്നെയാണ്? 1918 തന്നെയാണ്. അപ്പോൾ പറഞ്ഞേ 1917 ചമ്പാരൻ സത്യാഗ്രഹം, 18 അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗേഡയിലെ അതുപോലെ ഗുജറാത്തിലെ ഗേഡയിൽ നടന്നിട്ടുള്ള കാർഷിക സമരത്തിനും ഗാന്ധി 1918 തന്നെയാണ് ആഹ്വാനം ചെയ്തത്. ഇനി തീവ്ര ദേശീയ കാലഘട്ടത്തിൽ സമരരീതികൾ ഗാന്ധിജി ആദ്യകാല ആവശ്യപ്പെട്ട് ചർച്ചക്കുറിപ്പ് തയ്യാറാക്കുക. ഇത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി റൗലത്ത് നിയമം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗലത്ത് നിയമം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യയുടെ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നു നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി അവരുടെ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി ഒന്നായിരുന്നു റൗലത്ത് നിയമം. ഈ നിയമത്തിന് ബ്രിട്ടീഷ് സർക്കാർ പറയുന്ന അധികാരങ്ങൾ നൽകി. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് പ്രസ്താവന തെറ്റേതോ ശരിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വരാട്ടോ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളുടെ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാം. ഇത് എന്താണ്? അപ്പീൽ നിഷേധിക്കാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ്? പെട്ടെന്ന് ഒരു ദിവസം റൗലത്ത് നിയമം കൊണ്ടുവരുന്നു. കരിനിയമം എന്നത് അറിയപ്പെടുന്നു. റൗലത്ത് നിയമം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുകയോ അവർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് ഈ റൗലത്ത് നിയമം. അത് പ്രകാരം ഈ റൗലത്ത് നിയമം പ്രകാരം എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം, കരുതടങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ വിചാരണയില്ലാതെ ശിക്ഷിക്കാം, ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരിനിയമമാണ് റൗലത്ത് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ? റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു? ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന 1921 ഏപ്രിൽ 13 പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രസ്താവന എന്താണ്, തെറ്റാണെന്ന് ഈ ഒരു ചാപ്റ്ററിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചിട്ട് പ്രസ്താവിക്കുന്നത് കേട്ടോ. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തെന്നാണ് 1919 ഏപ്രിൽ 6. ഇപ്പോൾ തന്നെ പഠിച്ചു പോയിക്കേ. 1919 ഏപ്രിൽ 6 എന്നാണ് 1919 ഏപ്രിൽ 6. അത്ഭുതപൂർവമായിട്ട് പ്രതികരണമാണ് ഈ ആഹ്വാനത്തിൽ ലഭിച്ചത്. പഞ്ചാബിൽ സമര നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് ജനങ്ങൾ ഒത്തുകൂടുകയും മൂന്ന് വശവും മതിലുകൾ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്കെതിരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. മുറിവേറ്റവർ അതിലേറെയായിരുന്നു. ശവശരീരം നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ന് നടന്നിട്ടുള്ള LD പരീക്ഷയുടെ നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് 7 രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ഓപ്ഷനായിരുന്നു എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനായിരുന്നു ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്നാണ്. ഇത് കണ്ട ഈ ചോദ്യം കണ്ടു നോക്കിക്കേ നിങ്ങളൊന്ന്. 1921 ഏപ്രിൽ 13 ആയിരുന്നു. ഈ പ്രസ്താവന ശരിയാണോ? തെറ്റാണല്ലേ? ജാലിയൻ വാലാബാഗ് എന്നാണ് ഈ ഒരു റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട് 1919 കാലഘട്ടങ്ങളിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പ്രസ്താവന നമുക്ക് നിഷേധം പറയാം, നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ആ പ്രസ്താവന തെറ്റാണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നമ്മൾ പറഞ്ഞിരുന്നു, റൗലത്ത് നിയമം വരുന്നു. ഈ റൗലത്ത് നിയമം വന്നത് ജനങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് ആയിട്ടുണ്ടായി. കാരണം എന്താണ്? ഒരു കാരണവുമില്ലാതെ ഒരു ഇന്ത്യക്കാരനെ വേണമെങ്കിൽ പിടിച്ച് കൊണ്ടുപോയി എന്ത് ചെയ്യാം, കരുതടങ്കിലൊക്കെ വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു നിയമത്തിനെതിരെ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലും എന്നിവയാണ് ഈ നിയമപ്രകാരം പഞ്ചാബിൽ വെച്ച് റൗലത്ത് ആക്ട് പ്രകാരം ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവരെ വിട്ടുകിട്ടണം, അതായത് ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവിനെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പഞ്ചാബിലെ അമൃതസർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ചായിട്ട് പോകുന്നു. അങ്ങനെ ഒരു കോട്ട പോലൊരു സ്ഥലമായിരുന്നു, ചുറ്റുമതിലും ഡോറും ഒക്കെ ഉള്ള ഒരു കോട്ട പോലെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ പ്രതിഷേധിച്ചുകൊണ്ട്
എന്താണ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, ഇവർ രണ്ടുപേരെയും വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓപ്പോസിറ്റ് പട്ടാളം നിൽക്കുന്നുണ്ട്. അവർ നിറ തോക്കുകളുമായിട്ടാണ് നിൽക്കുന്നത്. ഈ പട്ടാളത്തിൽ മെയിൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജനറൽ ഡയർ എന്ന് പറയുന്ന വ്യക്തി കുറേ നേരം അവർ നോക്കിയിട്ട് ഫയർ എന്ന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഫയർ എന്ന് പറഞ്ഞ് വെടിവെക്കുക എന്നാണല്ലോ. അപ്പോൾ ഈ നിറതോക്കുകളുമായിട്ടുള്ള പട്ടാളം എന്ത് ചെയ്തു? ഈ സമരക്കാർക്കെതിരെ വെടിവെക്കുകയും അതിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെതിരെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് വേണമെങ്കിൽ ഇതും ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ജാലിയൻവാല കൂട്ടക്കൊലയ്ക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, താഴെ കൊടുത്ത പ്രസ്താവന ശരിയായി തെറ്റായത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ കൈസറെ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരിച്ചു നൽകി. അപ്പോൾ കൈസർ ഹിന്ദു പദവി ഈ ഒരു ഏത് പ്രതിഷേധത്തോടനുബന്ധിച്ചിട്ടാണ് ഗാന്ധി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത്? ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോടനുബന്ധിച്ചിട്ടാണ്. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചു. അതുപോലെ ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ എന്താണ്? ജാലിയൻ വാല കൂട്ടക്കൊലയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായ ഉധം സിംഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ചു. 1940 ജൂലൈ 31 ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഹീറോയിസമാണ് ശരിക്കും ഉധം സിംഗിനുണ്ടായിരുന്നത്. ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരക്കണക്കിന് ആളുകൾ വെടിവെച്ച് കൊല്ലുന്നതിന് കണ്ട ഒരു ദൃക്സാക്ഷിയാണ് ആര്? ഈ ഉധം സിംഗ്. നമ്മൾ നേരം ജനറൽ ഡയറാണ് ഫയർ എന്ന് ആഹ്വാനം ചെയ്ത്. അതൊക്കെ കുഞ്ഞി ഉധം സിംഗ് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞായിരുന്ന ഉധം സിംഗ്. അപ്പോൾ അന്നേരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പക വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുകയും അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് ആരെ വധിച്ചു? ഈ മൈക്കിൾ ഒ ഡയറിനെ വധിക്കുകയും 1940 ജൂലൈ 31 ഈ ജനറൽ ഡയറിനെ വധിച്ചത് കൊണ്ട് ഉധം സിംഗിനെ തൂക്കിലേറ്റുകയുമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കണം, ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. 1940 ജൂലൈ 31 ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. ഇനി അടുത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യ ഭരണാധികാരിയായ ഖലീഫ എന്നറിയപ്പെട്ടിരുന്ന ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്ന ഖലീഫ 1-ാം ലോക മഹായുദ്ധത്തിലെ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവരെന്തെന്നറിയപ്പെട്ടു? അലി സഹോദരന്മാർ. എന്തെന്നറിയപ്പെട്ടു? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ഇവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ നേതാക്കൾ കൂടിയായിരുന്നു. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കി. ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാന പിന്തുണ സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്ത വർഷം ഏതാണ്? 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഇനി നിസ്സഹരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരം അത് ഏതാണ്? അത് നിസ്സഹരണ പ്രസ്ഥാനമാണ്. അവസാന ബഹുജന സമരം ഏതായിരുന്നു? അത് ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? നിസ്സഹരണ പ്രസ്ഥാനമായിരുന്നു. 1921 ഈ നിസ്സഹരണ പ്രസ്ഥാനം കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണിത് ഈ നിസ്സഹരണ അംഗീകാരം നൽകുന്നത്. അപ്പോൾ കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകാരം നൽകുന്നത്. ഇനി നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളും ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ഏതൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ഐത്തോച്ചാടനം എന്നിവയ്ക്കാണ് ക്രിയാത്മക പ്രവർത്തനം എന്ന്. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വിദേശ വസ്ത്രം ബഹിഷ്കരിക്കണം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, നികുതി നിഷേധം, കോടതി ബഹിഷ്കരിക്കലൊക്കെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞിരുന്നു മലബാർ കലാപത്തെക്കുറിച്ച്. ഇത് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ
ദ്രോഹ നടപടികൾ ജന്മിമാരുടെ മലബാറിലെ കർഷകർ നേരിട്ടിരുന്നു. ഈ ജന്മിമാരുടെ കർഷക ദ്രോഹങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്ത് കേരള നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം കേരളം സന്ദർശിച്ചതൊക്കെ ഈ ഒരു സമയത്തായിരുന്നു. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം കർഷകരിൽ പുതിയ ഉണർവുകളൊക്കെ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ട് മാറി. ഇനി മറ്റൊന്നാണ് വാഗൺ കൂട്ടക്കൊല. മലബാർ കലാപത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തെ അന്യോന്യം മാന്തി പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിൽ പോത്തനിലെത്തി. വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷം മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1920 നവംബർ 10 നടന്ന ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടാണ് ഇത് വാഗൺ കൂട്ടക്കൊല. ഈ മലബാർ കലാപത്തെ കലാപകാരികളെ ഗുഡ്സ് ട്രെയിനിൽ കൊണ്ടുപോവുകയും അവരതിനകത്ത് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്ത സംഭവത്തെയാണ് വാഗൺ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നടന്നതെന്നാണ് വാഗൺ കൂട്ടക്കൊല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1921 നവംബർ 10 എന്നാണ്. 1921 നവംബർ 10. അടുത്തതാണ് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ദുഷ്ചെയ്തിക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. 3000-ലധികം വരുന്ന നിരായുധാരികളായ കർഷകർ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായിട്ട് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് എന്താണ് ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചൗരി ചൗര സംഭവം 1922 കർഷക കൂട്ടായ്മകൾ എന്ത് ചെയ്തു? ഒരു സമരം നയിക്കുകയും ആ സമരത്തിലേക്ക് പോലീസ് വെടിവെക്കുകയും ഈ പോലീസ് വെടിവെപ്പിനെതിരെ അവിടുത്തെ കർഷകർ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 22 പോലീസുകാർ വെന്തു മരിക്കുകയും ചെയ്ത സംഭവത്തെയാണ് ചൗരി ചൗര സംഭവം എന്ന് വിളിക്കുന്നത്. ഇത് നടന്ന വർഷം എന്നാണ് 1922. അടുത്തതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ വേദിയ ദേശീയ പ്രസ്ഥാനം മാറി. 1921 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലാതിരുന്നു. അപ്പോൾ ഈ അവർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കാൻ വേണ്ടി വൈക്കം സത്യാഗ്രഹം നടന്നത് ഏതു വർഷമാണ്? 1924. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബറിന് സവർണ ജാഥ പങ്കെടുപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ നടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് നിവേദനവും സമർപ്പിച്ചു. അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ച ആരാണ്? മന്നത്തു പത്മനാഭനാണ്. എന്നാണ് 1924 നവംബറിലാണ് സവർണ ജാഥ നടക്കുന്നത്. ഇനി ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തി. അത്തരം സമരങ്ങൾ നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവർ. ഇവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. അപ്പോൾ ഇവർ സംഘടിപ്പിച്ച സംഘടനയുടെ പേരെന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. ആരൊക്കെയാണ് ഇത് വരുന്നത്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അഹോരാർത്ഥം പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര രീതി എങ്ങനെയായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര രീതിയായിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ സമര രീതി അല്ലാതെ ഇരുന്നവരായിരുന്നു ആരൊക്കെ? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഒക്കെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. പക്ഷേ ഗാന്ധിജിയുടെ ഒരു ഒരു രീതി, അഹിംസ എന്ന് പറയുന്ന രീതി ആയിരുന്നില്ല അവർ പെരുമാറിയിരുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരതിനു വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി 1929 ലാഹോർ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായി ബ്രിട്ടീഷ് നിയമങ്ങൾ ലംഘിക്കുക എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം? ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കി ബഹുജന പ്രക്ഷോഭം ശക്തിയാർജ്ജും ഗാന്ധി തിരിച്ചറിഞ്ഞു. ഉപ്പ് നിയമം ലംഘിക്കാൻ എന്ത് ചെയ്തു? ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപ്പിനെ ഗാന്ധിജി സമരായുധമാക്കിയത്? ഉപ്പിന് അക്കാലത്ത് അധികമായിട്ട് നികുതി കൊടുക്കണമായിരുന്നു. ഉപ്പെന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഉപ്പിന് പോലും അമിതമായി നികുതി കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സാധാരണക്കാരായ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും വർഷമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിമകളായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ
സാധാരണക്കാർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഉപ്പ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ബേസിക്കായിട്ട് വേണ്ട ഒരു നീഡാണല്ലേ, കാരണം ഫുഡിൽ നമ്മൾ ചേർക്കുന്നതാണ്. അപ്പോൾ അതിന് പോലും നമ്മൾ അമിതമായിട്ടുള്ള നികുതി കൊടുക്കുന്നു എന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് ആ നിയമം ലംഘിക്കപ്പെടുമ്പോഴാണ് എന്തുമാത്രം സ്വാതന്ത്ര്യമില്ലായ്മയാണ് ജനങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം വഴി സാധിച്ചു. അപ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹം എന്താണ്, ഈ സമര പ്രഖ്യാപനം നടത്തിയ ഗാന്ധിജിയുടെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. ഇത് പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഒരു ആഹ്വാനം നടത്തിയത്? ഏതാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാണ് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധി തുടക്കം കുറിച്ചത്? 1930 ഏപ്രിൽ 6 എന്നാണ്. 1930 ഏപ്രിൽ 6-നാണ്. ഈ ദണ്ഡി യാത്രയിൽ മലയാളികൾ ഏതൊക്കെ സാന്നിധ്യമായിരുന്നു? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവർ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികളായിരുന്നു. ഇനി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, ഇതും നമ്മുടെ PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ചോദ്യം ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്? ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഈ ചോദ്യം നമ്മുടെ PSCയിൽ ഈ തവണത്തെ LDCയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ചോദ്യം നമ്പർ? ഏതായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സെറ്റ് ഓപ്ഷൻ എയിൽ അതിർത്തി ഗാന്ധി എന്ന പേര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ദേ ഇവിടെയാണ് കേട്ടോ. അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് ആരറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് പ്രദേശത്ത് സമരം നടന്ന് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നിരവധി വനിതകൾ സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ പ്രചാരങ്ങൾ നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു K മാധവൻ നായർ, മൊയ്തുദ്ദീൻ മൗലവി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയതൊക്കെ ആരൊക്കെയായിരുന്നു? അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രചാരണം നേതൃത്വം നൽകിയവർ പ്രമുഖരാരായിരുന്നു? K മാധവൻ നായർ, ഈ മൊയ്തുദ്ദീൻ മൗലവി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലും കോഴിക്കോട് പയ്യന്നൂർ K കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അബ്ദുൾ റഹിമാൻ സാഹിബായിരുന്നു. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അബ്ദുൾ റഹിമാൻ സാഹിബിൻ്റെയും P കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിൻ്റെ ആവേശമുയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടമാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഇനി അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിയൻ ആശയമായ സാമൂഹ്യ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. സമത്വ സാമൂഹ്യ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം, ആരാധന സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്നും ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ K കേളപ്പൻ നിരാഹാരം തുടങ്ങി. P കൃഷ്ണപിള്ള, AK ഗോപാലൻ എന്നിവർ ഇതിന് നേതൃത്വം നൽകി. ഗാന്ധിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. ഇനി അംബേദ്കറും പുനഃസന്ധിയും. ഇന്ത്യൻ അധസ്ഥ ജനങ്ങളുടെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. പിന്നെ വട്ടമേശ സമ്മേളനം. ഇവിടെ വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചിട്ട് എന്തൊക്കെ? അടുത്ത ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ സെറ്റ് എയിലെ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ചോദിച്ചവ കണ്ടെത്തുക. അതിൽ 4ാമത്തെ പ്രസ്താവനയായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന് 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു എന്നതായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നു ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1930, 31, 32 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വെച്ച് വട്ടസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ അത് കണ്ടോ, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ് 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യവും PSC കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ തന്നെ PSC കുറച്ചധികം ചോദ്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചു. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ആഹ്വാനം ചെയ്ത്. എന്നാണ് ഇത് നടന്നിട്ടുള്ളത്? 1942 ഓഗസ്റ്റ് 8 എന്നാണ്. 1942 ഓഗസ്റ്റ് 8 ഈ ഒരു സമരം നടന്നിട്ടുള്ളത്.
പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത് 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ട് ഇതിൻ്റെ സമരം കേരളത്തിൽ ആരംഭിച്ചു. അപ്പോൾ കേരളത്തിൽ ആരംഭിച്ചെന്നാണ് 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആരംഭിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇതിൻ്റെ സമരം നടന്നിട്ടുള്ളത്. നാഷണൽ ആർമിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല, അത് പോരാടി നേടേണ്ടത് തന്നെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിശ്വാസം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച വ്യക്തി. ഇമ്പോർട്ടൻ്റ് ആണേ, ഓർത്തിരിക്കണേ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രൻ്റെ വാക്കുകൾ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് കേട്ടോ ഇത്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി. റാഷ് ബിഹാരി ബോസ് ആണ് എന്ത് രൂപീകരിച്ചത്? ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹ ആശംസകൾ തേടുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകളാണിത്. ഇനി INAയും മലയാളികളും. INAയുടെ വനിതാ വിഭാഗം നേതാവ് ആരായിരുന്നു? മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു കേട്ടോ. INAയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടയായി INA ചേർന്ന ധീരയായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ 26ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. തൂക്കിലേറ്റുമ്പോഴുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? INAയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടയായി INAയിൽ ചേർന്ന ധീരയായ മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. അപ്പോൾ INAയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ചേർന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിട്ട് പ്രീവിയസ് ഇയർ ആയിട്ട് ഈ 2024 തന്നെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താണ് ഈ INAയിൽ ചേർന്നിട്ടുണ്ട്. പ്രസ്താവന ശരിയാണോ തെറ്റാണ്? ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി INAയിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത് ചാപ്റ്റർ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കി പോകണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപനം നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായുമായി ബന്ധപ്പെട്ട്. ഇനി മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം ചർച്ച ചെയ്തുവല്ലോ. 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിൽ രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന് കോൺഗ്രസിന് നൽകുന്നതിന് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. ഇതിനിടെ പുതിയ വൈസ്രോയി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിൻ്റെയും സർവേൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ ദീർഘകാലം ചർച്ച നടത്തുകയും ഒത്തീർപ്പാത്ത് തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്രം ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യം പാകിസ്ഥാൻ രൂപീകരിക്കുന്ന തീരുമാനം മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതാരാണ് പ്രഖ്യാപിക്കുന്നത്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണിത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൽ ഒരുപാട് പോയിന്റുകൾ നമ്മുടെ LDCയിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യാം. അടുത്ത ചോദ്യമാണ് 6ാമത്തെ. സ്വതന്ത്രാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്ന പ്രസ്താവന ശരിയേത്? ഇത് രൂപീകരിച്ച 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫസൽ അലി, HN ഹുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇത്രയും 4 സ്റ്റേറ്റ്മെൻറ്റും PSC എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ തന്നിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയിൽ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് PSC ചോദിച്ചിട്ടുള്ളതും ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ തവണത്തെ LDC പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളും PSC പല പല ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചത്. സാധാരണ എപ്പോഴും ഒരു ഭാഗത്തു നിന്നായിരിക്കും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കുന്നതെങ്കിൽ ഇത് പല പല ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നല്ലൊരു എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത വായന ഉണ്ടെങ്കിലേ LDCക്ക് അത് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ എടുത്തു പറയുന്ന ചാപ്റ്റേഴ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി നിങ്ങൾ വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റും ഇതേ ചാപ്റ്ററിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് എയിലെ 6ാമത്തെ ചോദ്യമായിട്ടുള്ള സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിരിക്കുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് PSC ചോദ്യം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാം ചർച്ച ചെയ്തുവല്ലോ. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്തെ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിന് ഭാഷാ അടിസ്ഥാന സംസ്ഥാനങ്ങൾ രൂപീകരണം ആവശ്യം ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉയർന്നു വന്നു. 1920 നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാ അടിസ്ഥാന സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. സ്വാതന്ത്ര്യത്തിനാണ് ഭാഷാ അടിസ്ഥാന സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്ന ആശയവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായ പോട്ടി ശ്രീരാമുലു നിരാഹാരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരം തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഈ പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. അപ്പോൾ എന്താണ്, കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യ രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ എന്താണ്, ഭാഷാടിസ്ഥാന സംസ്ഥാനം വേണമെന്ന ആവശ്യം തുടർന്ന് ഭാഷാടിസ്ഥാന സംസ്ഥാനം പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു, പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ആദ്യമായിട്ട് രൂപീകരിച്ച സംസ്ഥാനം എവിടെയാണ്, ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊടുത്തേക്കുന്നു, ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, ഫസൽ അലി, HN ഹുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇതേ കൊടുത്തേക്കുന്നു, ഫസൽ അലി ആയിരുന്നു കമ്മീഷൻ്റെ അധ്യക്ഷൻ. അതുപോലെ തന്നെ ഫസൽ അലി അധ്യക്ഷനായിരുന്നു. അതുപോലെ HN ഹുൻസ്രു ഉണ്ടായിരുന്നു. മലയാളിയായി KM പണിക്കരും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റും എവിടെ നിന്ന് തന്നെയാണ്, ഈ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഷാ കമ്മീഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഷാ കമ്മീഷൻ എന്ന പേരിൽ ഇതിനുണ്ടോ, ഇല്ല, പ്രസ്താവന അപ്പോൾ തെറ്റായിരുന്നു. അതുപോലെ മറ്റു പ്രസ്താവനയായിരുന്നു, ഇത് രൂപീകരിച്ചത് 1953 53 ദേ എവിടെ കൊടുത്തേക്കുന്നു, 1953 എന്നും കൊടുത്തേക്കുന്നു. അപ്പോൾ ആ ചോദ്യം മുഴുവൻ PSC, അതായത് പാർട്ട് നമ്മുടെ എയിലെ 6ാമത്തെ ചോദ്യം. ഇപ്പോൾ പാർട്ട് B, C, D എന്നുള്ള ചോദ്യങ്ങളിൽ നമ്പർ വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പോൾ 6ാമത്തെ ചോദ്യം മൊത്തം ചോദിച്ചിട്ടുള്ളത് PSC എവിടെ നിന്നാണ്, ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. എപ്പോഴും PSC ചോദിക്കുന്നതാണ് ഈ ആസൂത്രണ കമ്മീഷൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 16ാമത്തെ ചോദ്യം, പാർട്ട് എയിലെ 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, കാലക്രമത്തിൽ അവയെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, ഇതേ കിടക്കുന്നു ആസൂത്രണ കമ്മീഷൻ. ആ ചോദ്യം PSC ഇവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1950 ജനുവരി 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്, 1950 ജനുവരി 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരി ലാൽ നന്ദ വൈസ് ചെയർമാനുമായി T. കൃഷ്ണമാചാരി, സിദ്ധി ദേശ്മുഖ് എന്നിവർ അംഗങ്ങളുമായിട്ട് ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 രൂപീകൃതമായി. സ്വതന്ത്രാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികൾ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങൾ ചർച്ച ചെയ്തവയായിരുന്നു. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായി അവയിൽ ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടു. അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണം മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കി പോകേണ്ടത് ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളുമാണ്. ഇത് പല തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഒന്ന് ഫിലായ് ഏത് സഹായമാണ്, സോവിയറ്റ് യൂണിയൻ. ബക്കാറോ സോവിയറ്റ് യൂണിയൻ. റുക്കേല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ പല തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിലായ് സോവിയറ്റ് യൂണിയൻ ആണ്, ബക്കാറോ സോവിയറ്റ് യൂണിയൻ, റുക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് നോക്കിപ്പോവുക. ഇനി പിന്നെ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. അപ്പോൾ ഈ സ്വതന്ത്രാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലെ വ്യവസായവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധനയായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. അപ്പോൾ വ്യവസായ ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ഒക്കെ ഈ ഒരു സമയത്ത് രൂപീകരിക്കപ്പെട്ടതാണ്. ഇനി ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്, ഹോമി ജഹാംഗീർ ഭാവയും SN ഭട്നാഗറുമായിരുന്നു. ഹോമി ജഹാംഗീർ ഭാവ നേതൃത്വം നൽകിയത് ശാസ്ത്ര സ്ഥാപനമായിരുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആര് നേതൃത്വം നൽകിയതായിരുന്നു, ഹോമി ജഹാംഗീർ ഭാവയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിന്
എന്താണ് നേതൃത്വം നൽകിയ ഇന്ത്യ ആണവോർജ്ജ കമ്മീഷൻ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവയായിരുന്നു. ഇനി ലോകോത്തര നിലവാരത്തിൽ നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1954 1964 ഇന്ത്യക്ക് ഇടയ്ക്ക് സ്ഥാപിതമായി. ഇത് ഈ 2024 പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1954 1964 ഇടയ്ക്ക് എത്ര ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിതമായെന്ന്. എത്രയാണ്? 5 IIT ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് സ്ഥാപിതമായത്. ശാസ്ത്ര സാങ്കേതികരുടെയും വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പൊതുരാജ്യങ്ങളെ ആശ്രയിക്കുന്നു കുറയ്ക്കുക എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിൽ അടിസ്ഥാനം. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോടെക്നോളജി, എഞ്ചിനീയറിംഗ്, ജനിതകശാസ്ത്രം, ജൈവ സാങ്കേതികവിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതികവിദ്യ, ആണവോർജ്ജം എന്നിവ മേഖലകളിലൊക്കെ ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISR രൂപീകരിച്ചു. അപ്പോൾ ISR രൂപീകരിച്ച വർഷം എന്നാണ്? 1969. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. എന്നാണ്? 1969 ഇന്ത്യൻ ISRO രൂപീകരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കാം. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം, അതുപോലെ തന്നെ മറ്റൊരാളാണ് വിക്രം സാരാഭായ്. ആണവശാസ്ത്ര മേഖലയിൽ ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഫിസിക്സ് പ്രൊഫസർ ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായ് ആണ്. അപ്പോൾ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിൽ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകി. അപ്പോൾ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് നൽകിയിട്ടുള്ളത്? വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്ന മിസൈൽ സാങ്കേതികത പരിഷ്കരിക്കുന്നതിന് അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം ISROയുടെ ചുമതല വഹിച്ച് അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ ഏതൊക്കെയായിരുന്നു? SLV-3യും PSLV ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ചന്ദ്രയാൻ, മംഗളയാൻ ദൗത്യങ്ങൾ ഇന്ത്യ ബഹിരാകാശ പരിവേഷണത്തിന് പുതുയുഗത്തിന് പ്രവേശിച്ചു. അപ്പോൾ ഇതിനാൽ ചന്ദ്രയാൻ, മംഗളയാൻ, ലേറ്റസ്റ്റ് ഈ ഒരു ചന്ദ്രയാൻ 4 ഒക്കെ വിക്ഷേപിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ട്. ആ പദ്ധതികളെക്കുറിച്ച് പഠിക്കണം. അതുപോലെ ഗഗനയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മേഖലകളിൽ PSCയുടെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നോക്കി വയ്ക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. ഇനി കമ്മീഷനുകളും ലക്ഷ്യങ്ങളും ശുപാർശകളും നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുറിച്ചുള്ള പഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC രൂപീകരിച്ചൊക്കെ ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. ത്രിഭാഷ 10 നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതികൾ രൂപീകരണമൊക്കെ എന്താണ്? അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകളാണ്. നെക്സ്റ്റ് വൺ ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. വിദ്യാഭ്യാസം ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശം നൽകുന്നു. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡോക്ടർ കോത്താരി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകളാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. പുതിയ ഹ്രസ്വദാനത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയത്. 1980 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പ്രധാന നിർദ്ദേശങ്ങളൊക്കെ താഴെ പറയുന്നവയാണ്. പ്രാഥമിക വിദ്യാഭ്യാസ തുടർ വിദ്യാഭ്യാസ പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തണം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 10 നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടി വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. എന്നിവയൊക്കെ പറയുന്നത് എന്താണ്? ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് നോക്കാം കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുന്നത് അദ്ദേഹം പ്രധാന പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയാണ്? നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. ഓർക്കണേ, അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. ഇനി സംഗീത നാടക അക്കാദമി
എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെ നാടകത്തിൻ്റെ പ്രോത്സാഹനമാണ് ലക്ഷ്യം. ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലക്ഷ്യം. ഇത് പ്രീവിയസ് ഇയർ 2024 തന്നെ ചോദിച്ചിട്ടുള്ള ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനം ഏത് മേഖലയിലാണെന്ന്. ഏതാണ്? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യമിടുന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന് ഉന്നമനം, ന്യൂഡൽഹിയാണ് ആസ്ഥാനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേളകൾ സംഘടിപ്പിക്കുന്നു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങളെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യങ്ങൾ. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. പക്ഷേ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. ഇനി പഞ്ചശീല തത്വങ്ങൾ. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമായിട്ടാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യ 1954 ഒപ്പിട്ട ഒരു കരാറാണ്. അപ്പോൾ ഇത് ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമായി 1954 ഒപ്പിടുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കാൻ മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിന് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിക്കൊണ്ട് തന്നെ ഓരോ പോയിൻറ്സും പഠിച്ചു പോവുക. ചോദ്യം: താഴെ പറയുന്നവയെ തെറ്റായ പ്രസ്താവന ഏതെല്ലാം? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രിക് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും PSC ചോദിച്ചേക്കുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ചോദ്യം, അതായത് സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടാകുന്ന സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഹരിതഗ്രഹവാതകവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നേക്കുന്നത് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകണം അടുത്ത പരീക്ഷയ്ക്ക്. അപ്പോൾ എന്താണ്? അന്തരീക്ഷ സംരചനയാണ് ആദ്യം നോക്കുന്നത്. ഭൂമിക്ക് ചുറ്റും പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണ്? ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ജലാംശം, പൊടിപടലങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്ത്? നമ്മുടെ ഭൂമിക്കൊരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്, ജലാംശമുണ്ട്, പൊടിപടലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണുള്ളത്. പിന്നെ ഓക്സിജൻ, പിന്നെ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സെനോൺ തുടങ്ങിയവയാണ്. ഏറ്റവും കുറവ് സെനോൺ ആണ്. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ളത് ഏതാണ്? അത് നൈട്രജൻ ആണ് കേട്ടോ. 78.08% നൈട്രജനാണ് ഉള്ളത്. ഇനി ഹരിതഗ്രഹമാകുന്ന അന്തരീക്ഷം എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശൈത്യമേഖല രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയാമോ? സ്ഫടികതലങ്ങൾക്ക് സൗരോർജ്ജത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുണ്ട്. ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ള താപം കുറയാനും നിലനിർത്താനുമാകുന്നു. സ്ഫടികത്തിൽ ഈ ഗുണസവിശേഷ ശൈത്യരാജ്യങ്ങളിൽ കാർഷിക മേഖലയിലൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾക്ക് കഴിയുന്നു. അതിനാൽ ഇവയെ ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്ക് സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗ്രഹ പ്രവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവം എന്താണ് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഹരിതഗ്രഹ പ്രഭാവം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒന്നാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഹരിതഗ്രഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അത് ഈ ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. 1997 ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയിലാണ് ഈ ഉത്തരവ്. 2005 141 രാജ്യങ്ങളുടെ അംഗീകാരത്തിൽ നിലവിൽ വന്നു. 2012 ഹരിതഗ്രഹവാതക തോത് 90 നിന്ന് 5% കുറഞ്ഞതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നതോടുകൂടി ഹരിതഗ്രഹ ശോഷണം എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസോൺ നമ്മൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒരു സംരക്ഷണ കവചം എന്ന് പറയുന്ന പോലെ ഒരു കുട ചൂടാറില്ലേ, അതുപോലെ ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്ന ഒരു കുട എന്ന് വേണമെങ്കിൽ പറയാം. മുകളിലുള്ള എന്താണ്? ഓസോൺ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന അതിമാരകമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? ഈ ഒരു ഓസോൺ പാളിയാണ്. ഈ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമാരകമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുകയും അതുമൂലം എന്തൊക്കെ ഉണ്ടാകുന്നു? കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നു, ആഹാര ശൃംഖലയുടെ തകർച്ച ഉണ്ടാകുന്നു, കൃഷിനാശം ഉണ്ടാകുന്നു, സസ്യവളർച്ച മുരടിക്കുന്നു,
അകാല വാർദ്ധക്യം ഉണ്ടാകുന്നു, അന്ധത ഉണ്ടാകുന്നു, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ അൾട്രാവയലറ്റ് രശ്മി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരെയോ സസ്യജാലങ്ങളെയോ ജന്തുക്കൾക്കൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ള വ്യതിയാനങ്ങളും ഒക്കെ നമ്മുടെ പരിസ്ഥിതിയിലായാലും മനുഷ്യനിലായാലും ഉണ്ടാകുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഓസോൺ പാളിക്ക് ശോഷണം ഉണ്ടാകുന്നത്? റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയ ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങൾ സ്രോതസ്സുകളിൽ നിന്ന് ദീർഘകാലം അന്തരീക്ഷത്തിൽ ഈ പുറത്തേരുന്ന ഗ്യാസുകൾ ദീർഘകാലം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനുള്ള കഴിവുണ്ട്. ഇവ എന്ത് ചെയ്യും? കുറേ കാലം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിട്ട് ഉയർന്ന വിതാനങ്ങളിലേക്ക്, അതായത് മുകളിലേക്ക് പോകുകയും ഇവ എന്താണ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ കൊണ്ട് വിഘടിച്ചിട്ട് എന്താകുന്നു? ക്ലോറിനും ബ്രോമിനുമാകുന്നു. ഈ ക്ലോറിനും ബ്രോമിനും എന്താണ്? 100,000-ഓളം ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ക്ലോറിനും ബ്രോമിനുമുണ്ട്. അങ്ങനെ ഈ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാകുകയും അതുവഴി അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വരികയും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു. ഇനി ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? അത് മോൺട്രിയൽ പ്രോട്ടോക്കോളാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ഇനി ഓസോൺ പാളി സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ പാളി സംരക്ഷണം വളർത്തുക എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം എന്താണ്? മനുഷ്യനിവിടെ ജീവിക്കണമെങ്കിൽ ഓസോൺ പാളി കൃത്യമായിട്ട് പ്രവർത്തിച്ചെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. ഇനി നമ്മൾ അന്തരീക്ഷ പാളികളെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഏതാണ്? ക്വസ്റ്റ്യനിൽ സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ആ പ്രസ്താവന തെറ്റാണ്. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയർ കൂടുതൽ ഉയരമുണ്ട്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാളിയാണ്. 13 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. ഭൂമധ്യരേഖ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ആ ഒരു ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ് സംഭവ്യമാകുന്നത്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് എന്തുണ്ടാകുന്നത്? സ്ട്രാറ്റോസ്ഫിയർ ഉണ്ടാകുന്നത്. അതുപോലെ ഓസോൺ പാളികൾക്ക് ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളൊക്കെ വരുന്ന ഈ ഓസോൺ പാളി എവിടെയാണ്? ഇത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിന് താഴ്ന്ന വിതരങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്തത് മിസോസ്ഫിയർ ആണ്. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില മിസോസ്ഫിയറിൽ അനുഭവപ്പെടുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എവിടെയാണ്? അത് മിസോസ്ഫിയർ ആണ്. ഉൽക്കകൾ പ്രവേശിച്ച് കർഷണത്തിലൂടെ കത്തിച്ചാരമാകുന്ന മിസോസ്ഫിയറിലാണ്. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മിസോസ്പാസ് എന്ന് വിളിക്കുന്നു. അടുത്തത് തെർമോസ്ഫിയർ ആണ്. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയർ വ്യാപിച്ച് കിടക്കുന്നത്. ഉയരം കൂടുന്നതോറും താപനില ഗണ്യമായിട്ട് കൂടുന്നു. ഉയരം കൂടുന്നതിന് താപനില ഗണ്യമായിട്ട് കൂടുന്നത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയണോസ്ഫിയർ ആണ് റേഡിയോ പരിപാടികൾ, ദീർഘദൂര സംപ്രേഷണം എന്നിവയൊക്കെ സാധ്യമാകുന്നത് എവിടെയാണ്? ഈ ഒരു തെർമോസ്ഫിയറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 4 പാളികളും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്തുനിന്ന് നെക്സ്റ്റ് LDC മറ്റു ജില്ലകളിലും ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ഈ ചാപ്റ്ററിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മൾ ഉറവിടം കണ്ടെത്തി കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ ഉറവിടങ്ങൾ ചോദ്യങ്ങളുടെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുഴുവൻ സിലബസിൻ്റെ, അതായത് മുഴുവൻ ചോദ്യങ്ങളുടെ നമ്മൾ ഇതുപോലെ ഉറവിടങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ തുടർന്ന് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.